ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായ മുത്തങ്ങയിൽ താപ്പാനകളുടെ പുളക കാഴ്ചകളുടെ വിരുന്നിന്റെ ആനച്ചന്തവും ബോധവൽക്കരണ ലക്ഷ്യമിട്ടുള്ള ആനയൂട്ടും ഒരുക്കങ്ങളായി. കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വയനാട് വന്യജീവി സങ്കേതമായ മുത്തങ്ങയിലാണ് കുങ്കിയാനകളുടെ 2 ഘട്ടങ്ങളിൽ 1 മണിക്കൂർ നീണ്ട ആനയൂട്ട് കാണാൻ സഞ്ചാരികൾക്ക് വേദിയൊരുക്കുന്നത്. വനം വകുപ്പ് സങ്കേത ഓഫീസിന്റെ വെളിപ്പാടകലെ പ്രത്യേക സംവിധാനത്തിൽ കാടിന്റെ ദൃശ്യമനോഹാരിതയിൽ താപ്പാനകളുടെ ആനയൂട്ട് ആകർഷകമാകുന്നത്. 10 ദിവസം മുൻപാണ് തുടങ്ങിയെങ്കിലും ടിക്കറ്റ് സംവിധാനമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. ഇത് ആലോചനയിലാണ്. ദിവസവും രാവിലെ 9:30 മുതൽ 10 മണിവരെയും വൈകിട്ട് 4:30 മുതൽ 5 മണി വരെയുമാണ് ആനയൂട്ട് നടക്കുന്നത്. ആനയൂട്ട് വീക്ഷിക്കാൻ സഞ്ചാരികൾക്ക് മരത്തണ്ടുകളിൽ തീർത്ത മനോഹര ഇരിപ്പിടങ്ങളുമുണ്ട്. അതേസമയം പ്രത്യേക പുൽക്കുടിലുകളും ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് പുള്ളിമാൻ കൂട്ടങ്ങളുടെ ഉലാത്തലും ആനയൂട്ട് കാണാനെത്തുന്നവർക്ക് കുളിർമയുടെ കാഴ്ചയാണ്. 11 ആനകളാണ് കേന്ദ്രത്തിലുള്ളത്. 4 കിലോ അരി, 1/2 കിലോ ചെറുപയർ, 2 കിലോ ആട്ട, 2 കിലോ റാഗി, 1 കിലോ മുതിര എന്നിവ ചേർത്ത ഭക്ഷണമാണ് ആനയ്ക്ക് നൽകുന്നത്. 20 കിലോ പുല്ല്, 80 കിലോ പേരാലിൻ ഇലകൾ, മുളയിലകളും കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മറ്റു ഇലകളും ആനകൾക്ക് നൽകുന്നുണ്ട്. കേരളത്തിൽ ആന പരിശീലനത്തിന് 4 കേന്ദ്രങ്ങളുണ്ടെങ്കിലും കുങ്കിയാനകളുടെ മുഖ്യ പരിശീലന കേന്ദ്രം മുത്തങ്ങയാണെന്ന് EDC ഗേറ്റ് ശരത് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആനകൾ വെച്ചാൽ അവിടെ 11 ആനകളുണ്ട്. ഇപ്പോൾ നമ്മളവിടെ ക്യാമ്പിൽ ആനകൾ എന്ന് പറയുമ്പോൾ 11 ആനകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേകത പറഞ്ഞാൽ കേരളത്തിലെ 4 ക്യാമ്പുകളിൽ കുങ്കിയാന പരിശീലനം കൊടുക്കുന്ന ഒരേ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് മുത്തങ്ങയാണ്. മുത്തങ്ങ മാത്രമാണ് കുങ്കിയാന പരിശീലനം കൊടുക്കുന്ന ക്യാമ്പുള്ളത്. എന്ന് വെച്ചാൽ കാട്ടാനകളെ ഓടിക്കാനും നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ ഓടിക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആനകളാണ് മുത്തങ്ങ ആന ക്യാമ്പിൽ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അവിടെ എന്തൊക്കെ കുങ്കിയാനകളാണ്. ലോക വിനോദസഞ്ചാരികൾക്ക് മുത്തങ്ങയിലെ 1 മണിക്കൂർ കാനന യാത്രയും 1/2 മണിക്കൂർ ആനയൂട്ട് കണ്ടും കേട്ടും കാടറിഞ്ഞുള്ള യാത്ര അവിസ്മരണീയമാകും. എൻലൈറ്റ് ന്യൂസ്, മുക്കം.